മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് മരണം. മരണത്തെ ഏത് കാലത്തുമുള്ള മനുഷ്യൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് മരണത്തെ രക്ഷിക്കണമെന്നുള്ള മനുഷ്യൻ്റെ നിലവിളി എല്ലാ മതങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിനൊരു മറുപടി ലോകത്തിൽ ഒരു മതങ്ങളും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നില്ല. അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രധാനം. കാരണം ബൈബിൾ പറയുന്നു യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പം മരണത്തിനപ്പുറത്ത് പോയാൽ, അപ്പോൾ ഞങ്ങളോട് പലപ്പോഴും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, മരണത്തിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും? താൻ അപ്പുറത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, പക്ഷേ എൻ്റെ സഹോദരങ്ങൾ പല അമേരിക്കയിലുണ്ട്. അവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു അമേരിക്ക ഉണ്ട്, പല സ്ഥലങ്ങളും ഉണ്ട്, സത്യമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പോയിട്ട് വന്നവരെന്നോട് അങ്ങനെ പറഞ്ഞു. അവർ പറയുന്ന പ്രസ്താവനയേക്കാൾ എനിക്ക് വിശ്വാസ്യം എൻ്റെ കർത്താവ് പറയുന്നുണ്ട്. കാരണം അവൻ ദൈവമാണ്. മരണത്തിനപ്പുറത്ത് വേണം ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തോളാം. അത്ര ആധികാരികമായിട്ടൊരു പ്രസ്ഥാനം നടത്തണമെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ മരണത്തിനപ്പുറത്തൊരു പ്രത്യാശ നൽകുന്നത് യേശു ക്രിസ്തുവാണ്. വചനം പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു ഒരുക്കുന്ന ഈ ഭവനത്തിലേക്ക് എല്ലാ മനുഷ്യർക്കും പോകാൻ കഴിയുമോ? എല്ലാ മനുഷ്യർക്കും പോകാനുള്ള വിളി കിടപ്പുണ്ട്, സ്വാഗതം കിടപ്പുണ്ട്. പക്ഷേ തടസ്സം എന്താണ്? തടസ്സം ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. കല്യാണ വീട്ടിലേക്ക് നമ്മൾ ആൾക്കാർ വിളിക്കുമ്പോൾ സകുടുംബ സാന്നിധ്യം എന്നാണ് പറയുന്നത്. അതെ. പക്ഷേ പോകുന്ന 1-2 പേരാണ്. അത് വിളിച്ചവരുടെ കുറ്റമല്ല, പോകുന്നവരുടെ തീരുമാനമാണ്. ചിലപ്പോൾ അപ്പൻ മാത്രം പോയിരിക്കും, അതിൻ്റെ അർത്ഥം വിളിച്ചില്ലെന്നല്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ കഴിയുക? യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ. വളരെ ലളിതമായ വചനം പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ഏത് വ്യക്തിക്ക് ദൈവമക്കളായി തീരാം. അപ്പോൾ മനുഷ്യന് ദൈവം ആ സ്വാതന്ത്ര്യം കൊടുത്തു. നാം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുടുംബം ജനിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തോടല്ല. അങ്ങനെ ജനിച്ചിട്ട് നമ്മളെല്ലാവരും വലിയ കുടുംബങ്ങളിൽ പോയി ജനിച്ചാൽ. പക്ഷേ ദൈവഭവനത്തിൽ ഒരു മനുഷ്യൻ ജനിക്കാനുള്ള അവകാശം നമുക്ക് നൽകി. അത് യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സ്വീകരിക്കേണ്ടത്? യേശു ദൈവമാണെന്നൊരു പക്ഷേ സ്വീകരിക്കുന്നതിന് പുതിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. അതിനുപരിയായിട്ട് തീരുമാനം. തീർച്ചയായിട്ടും രക്ഷിക്കുന്ന വിശ്വാസം എന്ന ബൈബിൾ അർത്ഥമാക്കുന്നത് യേശു പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ രക്ഷകനായിട്ട് അംഗീകരിക്കുക. അത് പ്രാധാന്യം. രണ്ടാമത്തെ കാര്യം യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്നു, പിശാച് നടത്തും. അതിൽ നിന്നും ദൈവികമായ കർത്തൃത്വത്തിലേക്ക് നമ്മൾ സ്വയം സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗം ഉണ്ടാകണം. അതാണ് ഒരുവൻ ക്രിസ്തുവിലായിത്തീരുക എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്നത്. അതായത് യേശുവിനെ മാത്രം ആശ്രയിക്കുക. അത് നിത്യജീവനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. നാം കേട്ട സന്ദേശത്തിൻ്റെ ചുരുക്കം, തീർച്ചയായിട്ടും യേശുവിൻ്റെ മാതാവായ മറിയം ഭാഗ്യവതിയാണ്. ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജന്മമെടുക്കുവാൻ, അവതാരമെടുക്കുവാൻ ഉദരം നൽകി എന്നുള്ള നൽകി. അതുകൊണ്ട് തന്നെ വേദപുസ്തകം നൽകുന്ന ഗൗരവത്തോടെ, പ്രാധാന്യത്തോടെ മറിയെ നാം പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ വേദപുസ്തകം നൽകുന്നതിനേക്കാൾ ഉപരിയായ പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളത് നാം ശ്രദ്ധിച്ചു. യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട പ്രാധാന്യം അത് പൂർണ്ണ അർത്ഥത്തിൽ നാം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, ദൈവമാണ്, മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി മാർഗമൊരുക്കിയ വ്യക്തിയാണ്. താൻ ഒരുക്കുന്ന ഭവനത്തിലേക്ക് മനുഷ്യനെ ചേർക്കുവാൻ വേണ്ടി ഹൃദയം തുറന്ന്, കൈകൾ തുറന്ന്, മനസ്സ് തുറന്ന് കാത്തിരിക്കുന്നവനാണ് ക്രിസ്തു. എന്നാൽ എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് നാം കേട്ടു. കാരണം വിശുദ്ധനായ ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാൻ അശുദ്ധനായ മനുഷ്യന് കഴിയുന്നില്ല. അവൻ്റെ പാപം അതാണ് തടസ്സമായി നിൽക്കുന്നത്. ആ പാപത്തിൻ്റെ പരിഹാരമാണ് കാൽവരിയിലെ ക്രൂശിൽ ക്രിസ്തു വരുത്തിയത്. മനുഷ്യൻ്റെ പാപമംഗലമായ ഹൃദയത്തിലെ അശുദ്ധി മുഴുവൻ ദൂരീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ് പര്യാപ്തമായിരിക്കുന്നത്. ഈ നിമിഷം തന്നെ നിൻ്റെ ഹൃദയകളങ്കം പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകിക്കളയുവാൻ നിനക്ക് സാധിക്കും. അതിന് ഒരുക്കമാണ് വേണ്ടത്. അതിന് മനസ്സൊരുക്കം, ഹൃദയത്തിൻ്റെ സമ്മതമാണ് ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഞാൻ പാപിയാണ് കർത്താവേ എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ പാപാവസ്ഥയിൽ ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഈ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അധീനമായ അവസ്ഥയിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞാൻ അംഗീകരിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നെ അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ എന്ന ലളിതമായ ഒരു പ്രാർത്ഥന നിങ്ങൾ പറയുമെങ്കിൽ ഈ നിമിഷം തന്നെ ദൈവത്തിനൊരു പൈതലായി തീരുവാൻ കഴിയും. നിങ്ങൾക്കും യഥാർത്ഥ ഭാഗ്യവാനായി തീരുവാൻ, ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ അവകാശിയായി തീരുവാൻ, നിത്യജീവൻ്റെ ഉടമയായി തീരുവാൻ കഴിയും. യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നു. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, യേശു രക്ഷകനാണ്, കർത്താവാണ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ പൈതലായി തീരുവാൻ കഴിയും. യേശു മാത്രമാണ് ഏക രക്ഷാമാർഗം, ഏക മോചനമാർഗം. പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തുവിലൂടെ മാത്രം. വേറെ ആരും പാപമോചനത്തിനു വേണ്ടി സ്വയം യാഗമായി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരങ്ങൾ ഈ നിമിഷം തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. യഥാർത്ഥമായ സന്തോഷത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ അവകാശിയായി തീരുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ ചിന്തകൾ നമ്മോടൊപ്പം പങ്കുവച്ച ബഹുമാനായ വർഗീസ് സാമുവേലിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നമസ്കാരം, നന്ദി.